ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു ജസ്റ്റ് ഒരു സീൻ റെൻഡർ ചെയ്യാനാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്നൊരു ബെഡ്റൂമോ കിച്ചണോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമല്ല ഇന്ന് ചെയ്യുന്നത്. ഒരു സംതിങ് ന്യൂ ഒരു സിനിമാറ്റിക് സീൻ ആണ് റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും റിസൾട്ട് ചെയ്ത് വരുമ്പം കാണാം. അപ്പം നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സീനിൽ ആഡ് ചെയ്തുള്ളൂ. ഇവിടെ ഫ്ലോർ ഉണ്ട്, ഇവിടെ ചെറിയൊരു ടേബിളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതൊരു കിച്ചൺ കൗണ്ടറാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു കിച്ചൺ സെറ്റപ്പാണ് എന്ന്. പിന്നെ വരുന്നത് കുറച്ച് ഈ ഒരു സൈഡ് ഡോറുണ്ട്, ദെൻ ലെഫ്റ്റ് സൈഡ് വിൻഡോ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോ വരുന്നത്. പിന്നെ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും കൂടി മാത്രമാണ് ഞാൻ ഈ സീനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും മിനിമലായിട്ടുള്ള കുറച്ച് ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്രയും മിനിമലായിട്ടുള്ള മെഷ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് സീൻ റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു ലൈക്ക് എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നതെന്ന് നോക്കാം, സെറ്റാക്കാം. അപ്പം നമ്മുടെ റൂം ലേഔട്ട് ഇതാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് 2 വിൻഡോ ഉണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വെയിറ്റ്, അതിനു മുമ്പ് അത് നമുക്ക് പിന്നെ സെറ്റാക്കാം. ക്യാമറ സീനിലേക്ക് വന്നിട്ട് നമുക്ക് D5 കൊണ്ടുപോകാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മളിവിടെ ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഇടാത്തത്. അപ്പം എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തവർക്കറിയാം, ഞാനൊരു ഇൻറ്റീരിയർ ട്യൂട്ടോറിയൽ പെയ്ഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ റെൻഡർ ട്യൂട്ടോറിയൽ സെറ്റപ്പ് വീഡിയോ ഒന്ന് ഫൈനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബേസിക് പാക്കും പ്രോ പാക്കും അങ്ങനെ 2 പാക്കാണ് ഞാനിപ്പോൾ നല്ല സെറ്റാക്കിയുള്ളത്. അതിൽ ബേസിക് എന്ന് വെച്ചാൽ വെറും ബേസിക് മാത്രമല്ല, നമ്മുടെ മീൻസ് മോഡൽ സെറ്റാക്കിയിട്ട് ഇമേജ് റെൻഡർ ചെയ്യുന്നത് വരെ ഞാൻ അത്രയാണ് ബേസിക് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെ ഓൾമോസ്റ്റ് ഒരു ലൈക്ക് 1 മണിക്കൂറിന് മുകളിലെ വീഡിയോ ഉണ്ട്. എനിക്ക് കറക്റ്റ് ഡ്യൂറേഷൻ ഓർമ്മയില്ല. അപ്പം പിന്നെ വരുന്നത് പ്രോ പാക്കാണ്. പ്രോ പാക്ക് എന്ന് വെച്ചാൽ കുറച്ച് സിനിമാറ്റിക് കണ്ടൻറ്റ്, അതായത് നമ്മളെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് പ്രോ പാക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബേസിക്കിന് 3,999 പ്രോന് 4,999 ആണ് പ്രൈസ് വരുന്നത്. അപ്പം താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് വല്ലതും പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തവർക്ക് ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇവിടെ സീൻ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പം ഡിഫോൾട്ടായിട്ട് കാണുന്ന ടെറൈൻ നമുക്ക് ഇവിടെ വിസിബിളാണ്. അപ്പോൾ അത് നമ്മുടെ സീനിന് അടിയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഫ്ലോറിന് അടിയിലേക്കാണ് നമുക്ക് ആ ഒരു ടെറൈന് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം മീൻസ് ഈ സിനിമാറ്റിക് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഫയലാണ്. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് വെർട്ടിക്കലി കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്രിയേറ്റ് ന്യൂ സീൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓട്ടോ ലൈറ്റ് എക്സ്പോഷർ ഒന്ന് ഓഫാക്കാം. പിന്നെ ഫയലൊന്ന് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് തന്നെയാണ് ഇപ്പം നിലവിൽ സേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ക്യാമറയാണ്. വെയിറ്റ്, അതിനു മുമ്പ് ഞാനിതൊന്ന് ഫ്ലൈ മോഡിലേക്ക് മാറ്റിക്കോട്ടെ. പിന്നെ വരുന്നത് കുറച്ച് ക്യാമറ സീനുകളാണ്. ഇതൊക്കെയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സീനിൻ്റെ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാനിവിടെ ജിയോ സ്കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് എത്രത്തോളം പോകണമെന്നുള്ളത് ഇത് നമ്മൾ ഷാഡോൻ്റെ ഒരു ഷാർപ്നെസ് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നിട്ടുള്ളൂ കേട്ടോ. 100 റേഡിയസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അത് കൂട്ടവും കുറക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഷാഡോ ഒന്ന് സ്പ്രെഡായി പോകുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ സണ്ണിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലൗഡ് ഫോഗ് വേണം. അത് നമുക്ക് ലാസ്റ്റോട്ട് നോക്കാം.
കസ്റ്റമിലാണോ സണ്ണ് വരുന്നത്? ഇത് ഓൾമോസ്റ്റ് സെറ്റാണ് എനിക്ക്. പിന്നെ വരുന്നത് ഞാനിതൊരു എമിസീവ് ആക്കി മാറ്റുന്നുണ്ട്. മീൻസ് നമ്മുടെ ലൈറ്റ് എവിടെയാണല്ലോ വരുന്നത്. അപ്പം വാല്യൂ ഒരു 5 കൊടുത്തിട്ട് ദെൻ ടെമ്പറേച്ചർ വൈറ്റിൽ തന്നെ നിന്നോട്ടെ. ടെമ്പറേച്ചർ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. ഇവിടെ നമുക്ക് ഈ ഒരു സീനും കൂടി ഒന്ന് ആഡ് ചെയ്യാം. വരും. അതിനു മുമ്പ് ഞാനിതിൽ കുറച്ച് ഹ്യൂമൻ ക്യാരക്ടറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ D5 ലൈബ്രറി തന്നെയാണ് ഹ്യൂമൻ ക്യാരക്ടറിനെ ഇതിൽ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കോസ്മോസ് ബ്രൗസറിൽ നിന്ന് എടുക്കാം. മീൻസ് വേറെയുടെ പ്ലഗിനാണത്. സോറി, കൊറോണയുടെ പ്ലഗിനാണ്. ഓക്കെ വെയിറ്റ്, രണ്ടിലുണ്ട്, വീറയിലും കൊറോണയിലും ഉണ്ട്. സോ ആ ഒരു പ്ലഗിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വീറയുടെ ആണ്, മീൻസ് ഞാൻ വീറയാണ് യൂസ് ചെയ്യാറുള്ളത്. കൊറോണയും ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വീറയുടെ കോസ്മോസ് ബ്രൗസറാണ് എടുക്കുന്നത്. സോ ഇവിടെ ഞാൻ 2-3 ക്യാരക്ടേഴ്സിനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ടോപ്പ് വ്യൂയിലേക്ക് വന്ന് ഒന്ന് ഡ്രാഗ് ചെയ്ത് സീനിലേക്ക് ഇടാം. കറക്റ്റായിട്ടൊന്ന് ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ 6 സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ കറക്റ്റ് ആ ഒരു ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്തു. ദെൻ ടോപ്പ് വ്യൂയിലേക്ക് വന്നു, പ്രസ് ചെയ്തു, W പ്രസ് ചെയ്ത് അത് മൂവ് ചെയ്ത് കറക്റ്റ് ഒന്ന് പ്ലേസ് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫേസ് എന്തായാലും നമുക്കൊരു ക്ലിയർ ഉണ്ടാവത്തില്ല, അത് സ്വാഭാവികമാണ്. നമുക്ക് ഷോ ഫുൾ മെഷീന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിത് AI-യുടെ ഹെൽപ്പോടുകൂടി അതൊരു റിയലിസ്റ്റിക് ഹ്യൂമൻ ഫേസിലേക്ക് സാധനം കൊണ്ടുവരാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ 3D മീൻസ് 3Dയിൽ നിന്ന് സാധനം എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ എടുത്തിട്ടൊരു ഹ്യൂമൻ മെയിൽ ക്യാരക്ടറിനെയും കൂടി സെറ്റാക്കാം. ഓക്കെ അല്ലേ, ചെയറിൽ ഇരുന്നിട്ടുണ്ട്. 2 പേരും ഒന്ന് അങ്ങോട്ടേക്ക് നോക്ക്, അല്ല എങ്ങോട്ടോ നോക്കി സംസാരിക്കുന്നവരുണ്ടാവും. സോ ഇതാണ് സീന് വരുന്നത്. സീനിൽ അവർ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ച് D5ലേക്ക് സിങ്ക് ചെയ്യാം. മീൻസ് ഞാനിത് സിങ്കിങ് ബട്ടൺ പോസ് ചെയ്തതാട്ടോ, പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് എൻ്റെ സിസ്റ്റം ചെറിയ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ സിങ്ക് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് D5ലേക്ക് വന്നു. ക്യാരക്ടർ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പം റൂമിൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് സീനിലേക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്ലേസ് ചെയ്യാം. നാച്ചുറൽ ലൈറ്റ് തന്നെ റെൻഡർ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മുകളിലൊരു ഡിസ്പ്ലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വാല്യൂ 50 അല്ല ഒരു 20 മതിയാവും. ഈ ഒരു സീനും കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ.
ഇനി ഞാനൊരു റെക്റ്റാങ്കുലർ ലൈറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസിലേക്ക് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാനൊരു 300 കൊടുത്തു. 3:3 ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. പിന്നെ ഒരു സ്പോട്ട് ലൈറ്റ് അവിടെ വിസിബിൾ റിഫ്ലക്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. വാല്യൂ ഒരു 50 കൊടുത്തു. ഇനി നമുക്ക് തിരിച്ച് എൻവയോൺമെൻറ്റിലേക്ക് വരാം. കാഷ്വാലിറ്റീസ് അവിടെ നിന്നോട്ടെ. നമുക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കിയാൽ സീനിലേക്ക് ആവശ്യത്തിലധികം വെളിച്ചം വരും. സോ അത് ഞാനിപ്പോൾ നോക്കുന്നില്ല. നമുക്ക് ഫൈനൽ റണ്ണിന് ടൈം ആവശ്യമുണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം പുറത്ത് നമ്മുടെ നാച്ചുറൊന്ന് സെറ്റാക്കാനാണ്. സോ അതിനായി മോഡലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡിഫോൾട്ട് T5യുടെ ലൈബ്രറിയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്ക് ഡ്രോപ്പ് ലൈൻ വന്നു. തിരിച്ച് സീനകത്തേക്ക് വന്നു. ഇത്രയും വേണ്ട, കുറച്ച്. ഇനി ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു മരം തന്നെ പുറത്ത് പ്ലേസ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഷാഡോ ചിലപ്പം കിട്ടിയാൽ അത് യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വിൻഡോക്ക് പുറത്തായിട്ട് പ്ലേസ് ചെയ്തു. ദെൻ അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സീനിനകത്തേക്ക് വന്നു. ഒന്ന് മൂവ് ചെയ്ത് കോപ്പി എടുത്ത് ഈ ഒരു വിൻഡോൻ്റെ പുറത്തും കൊണ്ടുവെക്കാം. ബാക്ക് ഡ്രോപ്പ് ലൈനിൽ യൂസ് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറക്കണം. അത് അത്രയും വേണ്ട. സോ നമുക്ക് വി പ്രസ് ചെയ്ത് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അത് റാൻഡായിട്ട് ഒന്നുകൂടി ഒന്ന് പ്ലേസ് ചെയ്യാം. കോപ്പിയാണ് കേട്ടോ എടുക്കുന്നത്. അത് ജസ്റ്റ് കോപ്പി മൂവ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടാണത് സെറ്റാക്കുന്നത്. ഓക്കെ, ഫയൽ ഒന്നുകൂടെ സേവ് ചെയ്തു. HDRI ലൈറ്റിംഗ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. റൊട്ടേഷൻ നമുക്ക് ലൈറ്റ് മൊത്തം ഒന്ന് ഗ്രൂപ്പാക്കി നോക്കാം. മീൻസ് ലൈറ്റ് ഇല്ലാതെ ഫുൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഫുള്ള് സെലക്ട് ചെയ്ത് ഗ്രൂപ്പാക്കി. ദെൻ അത് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ഡിസേബിൾ എന്ന് ഡിസേബിൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മീൻസ് നമുക്ക് നാച്ചുറൽ ലൈറ്റ് തന്നെ ഒന്ന് റെൻഡറിങ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള HDRI തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ തിരിച്ച് എൻവയോൺമെൻറ്റിലേക്ക് വന്നു. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഫ്ലിപ്പ് അടിച്ചിട്ട് കാര്യമില്ല. സോ ഇതിലേക്ക് ലൈറ്റ് ആവശ്യത്തിലധികം കൂട്ടിയിട്ടുണ്ട്. സണ്ണൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. ദെൻ കസ്റ്റമിലേക്ക് വന്നു. ആറ്റിറ്റ്യൂഡ് ഒന്ന് സെറ്റ് ചെയ്തു. അസിമത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ
അത് ഇല്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് വരുന്നില്ല. സോ എനിക്കെപ്പോഴും റെൻഡർ ചെയ്യുമ്പം മെയിൻ പ്രശ്നം നാച്ചുറലായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് കുറച്ചധികം മെനക്കെടേണ്ടി വരും എനിക്ക്. അതെൻ്റെ പ്രശ്നമാണ്. എങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. ജിയോസ്കൈ തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. തിരിച്ച് ലൈറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഓട്ടോ ലൈറ്റാണ്. സോ ഓട്ടോ എക്സ്പോഷറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുമോ നോക്കട്ടെ. കുഴപ്പമില്ലല്ലേ. പിന്നെ ബുക്കിന് റിഫ്ലക്ഷൻ കുറച്ച് കൂടുതലാണ്. സോ അത് സ്പെക്കുലർ കുറച്ചു, റഫ്നെസ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കർട്ടനും കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നത് തെറ്റില്ലല്ലോ. സോ ഞാൻ മോഡലിലേക്ക് വന്നു. ഇവിടെ കർട്ടൻ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, വിൻഡ് എഫക്റ്റുള്ള നമുക്ക് കർട്ടൻ തന്നെ കൊടുക്കാം. സോ ഞാൻ ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. അത് ഓപ്പൺ ആകുന്നതാണ്. ലൈക്ക് അത് ഓപ്പൺ ആൻഡ് ക്ലോസ് ആ ഒരു സെറ്റപ്പാണ്. സോ ഞാനിവിടെ വിൻഡ് എഫക്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടെണ്ണം കാണുന്നുണ്ട്. സോ അത് രണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഐക്കൺ കണ്ടു, അത് ആനിമേഷൻ ഉള്ളതാണ്. സോ D5 നമുക്ക് ആനിമേഷൻ വീഡിയോസ് റെൻഡർ ചെയ്യുമ്പോൾ അത് യൂസ് ആവും. ഇത് ഓപ്പൺ ഞാൻ ഇതെന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തോട്ടെ. റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി. ദെൻ ഇവിടെ വെച്ചു. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? അത് ഓപ്പൺ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇവിടെ ആനിമേഷൻ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? എനിക്ക് ആ ഒരു ടൈപ്പ് അല്ല വേണ്ടത്. സോ അതാണ് ഞാൻ അതെടുക്കാത്തത്. ഞാൻ ഈ വിൻഡ് എന്നുള്ളത് ഇവിടത്തേക്ക് പ്ലേസ് ചെയ്യാണ്. സോ അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. അതൊരു വിൻഡോ എഫക്റ്റ്, കാറ്റ് റൂമിനകത്തേക്ക് അടിച്ച് കയറുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിൻഡോ ക്ലോസ് ആയിട്ടാണുള്ളത്. അത് കുഴപ്പമില്ല, നമുക്കത് ഓപ്പൺ ആക്കാം. ഇല്ലെങ്കിൽ അത് സീനിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കത് ജസ്റ്റ് ഒഴിവാക്കി വിടാം. വരിക അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒന്ന് ഹൈറ്റ് സെറ്റ് ആയിക്കോട്ടെ. ഈ ആനിമേഷൻ ഓഫ് ആകാൻ വേണ്ടി നമുക്ക് ഒന്നിക്കൽ ഇവിടെ ഇങ്ങനെ പോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ വന്ന് ഈ ഒരു ഒരാൾ ഓടുന്ന പോലൊരു ഐക്കൺ കണ്ടോ, ഡൈനാമിക്, അത് സ്റ്റില്ലേക്ക് മാറ്റിയാൽ മതി. സോ ഇതിനിപ്പോൾ അനങ്ങത്തില്ല. അപ്പം ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസിലേക്ക് വന്നു. സോ നമുക്കിപ്പം ഇതിൻ്റെ സെറ്റ് വാല്യൂ ആണ് കൂട്ടേണ്ടത്. അപ്പം അതൊരു കൂട്ടിക്കൊടുക്കാം. പക്ഷെ കൂട്ടിക്കൊടുക്കുമ്പോൾ അത് എവിടത്തോളം വരുന്നുണ്ടെന്നും കൂടി നോക്കണം കേട്ടോ. ഇത്രയും വേണ്ട, നമുക്കതൊന്ന് നമുക്ക് വേണ്ട രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കൊടുത്ത് നോക്കുന്നതാണേ, ഞാനിത് ഫൈനലി ചെയ്യുന്ന ഒരു ഉറപ്പുമില്ല. ജസ്റ്റ് കൊടുത്ത് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അതത് ഡിസ്പ്ലേയിൽ വന്നു, ഡൈനാമിക് ഓണാക്കി തിരിച്ച് ക്യാമറ വ്യൂയിലേക്ക് വന്നു, പ്ലേ. കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ നമ്മുടെ സീനിൽ അത് അത്ര ചേരുന്നില്ല സംഭവം. അപ്പോൾ എന്ത് വേണം, അത് ഡിലീറ്റ് ആക്കണം. ഡിലീറ്റ്. എനിക്ക് തോന്നുന്നു പുറത്ത് കുറച്ചുകൂടെ മരങ്ങൾ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മോഡലിൽ വന്നതിന് ശേഷം ചെയ്യാൻ പോകുന്നത്, ഇവിടെ ലോ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പം ഞാനതിന് ചെയ്യാൻ പോകുന്നത് ബ്രഷ് ഐക്കണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്നിത് ഈ മൂന്നെണ്ണമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇതിൻ്റെ റാൻഡം സൈസ് ഓൺ ആക്കിയിട്ടുണ്ട്. സൈസ് എങ്ങനെ വരുന്നത്? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം എന്ത് വേണം? അത്രയും ഹൈറ്റ് വേണ്ട. ബ്രഷ് ഐക്കണൊന്ന് സൈസ് ഒന്ന് കുറച്ചു, ഡെൻസിറ്റി ഒന്ന് കുറച്ചു, റേഡിയസ് ഒന്ന് കൂട്ടി. എന്നിട്ട് ടോപ്പ് വ്യൂവിലേക്ക് വന്നിട്ട് ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് നമ്മളെ സീനിലേക്ക് വരുന്നേ ഇല്ല, അപ്പോൾ ആ സൈഡ് നമ്മൾ കാര്യമായിട്ട് നോക്കണ്ട. ഇതൊന്നിക്കൽ ഭംഗിയുണ്ടാവും, ഇല്ലെങ്കിൽ നല്ല അലമ്പായിട്ടുണ്ടാവും. കണ്ടോ? സ്ക്രീനകത്തേക്കുള്ള വെളിച്ചം മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമറ ആംഗിൾ മാറ്റി നോക്കിയാലാണ് തിരിയുക. ഇത് സേവ് ഒന്ന് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും മരങ്ങൾ ആവശ്യമില്ല, അതെൻ്റെ ഒരു മണ്ടത്തരായിരുന്നു. അപ്പോൾ അത് ഫുൾ ഇറേസ് ചെയ്യണം. അപ്പോൾ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റേഡിയസിൻ്റെ അത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ ക്ലിക്കിൽ അത് ഫുള്ള് മാഞ്ഞു പോയിക്കോളും. ദെൻ ഞാൻ ബ്രഷ് ഐക്കണ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ റാൻഡായിട്ട് സിംഗിളായിട്ട് പ്ലേസ് ചെയ്തോളും. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഈ ഒരു ട്രീ ആണ് യൂസ് ചെയ്യുന്നത്. വെച്ചു, 1 2 എവിടെയും കിടക്കട്ടെ. സീനിലേക്ക് വന്നു. പുറത്ത് ട്രീസും കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഫോഗാണ്. സോ എൻവയോൺമെൻറ്റിൽ വന്നു, ഫോഗ് എനേബിൾ ചെയ്യാണ് ഞാൻ പോകുന്നത്. കുറച്ച് ഇത്ര മതിയോ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. സോറി, എൻവയോൺമെൻറ്റ് ആംഗിൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്യാതെ. അപ്പോൾ ഇത് ഡിസേബിൾ കൊടുത്തു. ദെൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് തന്നെ ചേരണം ഞാൻ ഉദ്ദേശിച്ചത്. ഡിസ്ക് വേണ്ട, നമുക്ക് പോയിന്റ് ലൈറ്റ് എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അവരെ മുഖത്ത് വെളിച്ചം കിട്ടുന്നുണ്ടല്ലോ. അതൊന്ന് ഡിസേബിൾ ചെയ്താൽ ഇത് പുറത്തുനിന്നൊരു സണ്ണിൻ്റെ ഷാഡോയിലൊക്കെ അത് കവർ ആയിക്കോളും. വിസിബിൾ റിഫ്രഷ് ഓഫാക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ആനിമൽ അതൊക്കെ ആനിമേഷൻ ഉള്ളതാണ്. സോ അത് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ റെൻഡറിങ് ആണ്. അപ്പോൾ ഞാൻ റെൻഡറിങ് മീൻസ് ഇത്ര നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഇതെന്താണെന്ന് ചിന്തിക്കണ്ട. ഫൈനൽ റെൻഡറിങ് ആണ് ഞാൻ മെയിനായിട്ട്, അതായത് AI റെൻഡറാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ശരിക്കും D5 റെൻഡറിൻ്റെ AI ഫീച്ചർ ആക്സസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ക്ലിപ്പാണ് ഞാൻ ആക്ച്വലി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സീൻ തന്നെ റെൻഡർ ചെയ്യാം. ഇതിൽ 2 ഹ്യൂമൻ ക്യാരക്ടറിന് ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ യാ, വൺ ഈസ് ടു 1 ആണ് റേഷ്യോ എടുക്കുന്നത്. 2K ക്വാളിറ്റി. ചാനൽ ഓഫാക്കിയിട്ടുണ്ട്. റെൻഡർ ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് തന്നെയാണ് പതിവ് പോലെ സേവ് ചെയ്യുന്നത്. ഇമേജ് 1 സേവ്. അപ്പോൾ ഇതൊന്ന് റെൻഡർ ആയിക്കോട്ടെ.
ഓക്കെ, നമ്മുടെ റെൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പ്രസ് ചെയ്യാൻ പോകുന്നത് AI പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു മുഖം മീൻസ് നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. യാ മൊത്തം ഇത് ആക്ച്വലി എനിക്കിത് മൊത്തം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ ടൂൾ ഉണ്ട് എന്നും കൂടി നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. സോ തൽക്കാലം ഇത്രയും മതി. നമുക്ക് ജസ്റ്റ് ഇതൊന്നു ഇവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്താ ഡീറ്റെയിൽ ആയി പറയാത്തതെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അതിനാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് അധികം മെൻഷൻ ചെയ്യാത്തതോ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതോ. മീൻസ് ഇപ്പം തന്നെ നിങ്ങൾക്കിത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. സോ ഇതിൻ്റെ റിസൾട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെന്താണ് മീശയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫേസ് ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോയും കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. അല്ല അപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. നിങ്ങൾക്ക് മൊത്തത്തിലായ ടെക്സ്ചറും ഷെയ്ഡും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. യാ അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ജസ്റ്റ് ഈ AI റെൻഡർ അല്ലെങ്കിൽ ആഫ്റ്റർ റെൻഡർ നമുക്ക് AI ഉപയോഗിച്ച് മൊത്തം പിക്ചർ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട, പെയ്ഡ് ക്ലാസ് ആയിരിക്കും. സോ താല്പര്യമുള്ളവർ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക. ബേസിക്കും പ്രോ ആണുള്ളത്. പ്രോന് ഞാൻ ആക്ച്വലി അസിസ്റ്റൻറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ക്ലിയർ ചെയ്ത് ലൈക്ക് അങ്ങനെ ഒരു എന്താ ഇപ്പോൾ പറയുക, ഒരു ടീച്ചിങ് അസിസ്റ്റൻറ്റോ ലൈക്ക് മീൻസ് ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു പ്രോ പാക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ലൈക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും മെഷ് കാര്യങ്ങൾ ലൈക്ക് സംതിങ് ഓക്കെ ഫൈൻ വാട്ട് എവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈക്ക് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.